ഹലോ ഗൈസ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എൻ്റെ കൂടെ ഒരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ. ബ്രദറിൻ്റെ പേര് അലൻ എന്നാണ്, എൻ്റെ ഫ്രണ്ടാണ്. ആള് കൺവെഞ്ചൽസിലെ ബ്രദറാണ്. ആദ്യ വാഗ്ദാനം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, ഉടുപ്പൊക്കെ കിട്ടിയ ആൾക്ക്. ഇപ്പോൾ ഞങ്ങളൊരു ബേക്കറിയിൽ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാ വെച്ചാലേ ധോണിയെ കാണാൻ. ധോണിയെ കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ MS ധോണിയായിരിക്കും. അല്ല, പാലക്കാട് ജില്ലയിലെ ധോണി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ധ്യാന കേന്ദ്രവും പിന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ രണ്ടിടങ്ങളിലൊക്കെ നമുക്ക് പോകാനുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒലവക്കോട് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് ഒലവക്കോട്. ഒലവക്കോട് നമ്മൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ധോണിയിലോട്ട് ഒരു ഉള്ളേരിയാണ്. അപ്പോൾ അതായത് ബസ്സൊക്കെ കിട്ടാൻ ഭയങ്കര സമയമെടുക്കും. ആ വീഡിയോ കണ്ട പോലീസുകാരൻ പൊരി വെയിലത്ത് നിന്ന് ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുക. പാലക്കാടിലെ ചൂട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്തിട്ട് ചൂടവിടെ. ആ ചൂട്ടത്ത് നിന്നിട്ട് പോലീസുകാരൻ വണ്ടിയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട. എന്താല്ലേ, നമ്മൾ കുറേ നേരമായിട്ടോ വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം എത്തി നാസ ട്രാവൽസ്. ഇതിൽ നമ്മൾ കയറിയിട്ട ധോണിയിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഞാനും ബ്രദറും കൂടി ബസ്സിൽ കയറി. അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ വേറെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഇപ്പോൾ വരും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ട. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആളടുത്ത് തന്നെ അവസാനം എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ടിക്കറ്റ് ഞങ്ങളെടുത്തു. 30 രൂപ എടുത്തു പൗലോക്കോട് നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഞാനും ബ്രദറും കൂടി ബസ്സിലിരിക്കാൻ തുടങ്ങി. ഇത് കാണുന്നത് നമ്മുടെ പാലക്കാട് ഒലവക്കോടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസാണ്. അവിടെ ട്രെയിനൊക്കെ കണ്ട, പഴയ സ്റ്റൈൽ ട്രെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ പോണ യാത്രക്കിടയിൽ കാണിച്ചു തരാം കേട്ടോ. പാലക്കാടിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് കാണുന്നത് റെയിൽവേ മാനേജറുടെ ഓഫീസ് കേട്ടോ. ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസാണ് ഒലവക്കോടുള്ള. നമ്മളെ റെയിൽവേ കോളനി കയറുന്ന റെയിൽവേ കോളനി എന്നാണ് ഇതിനെ അറിയപ്പെടുക ഈ സ്ഥലം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ കുറേ റെയിൽവേ സ്കൂളും റെയിൽവേ ആശുപത്രിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞു പോയത് റെയിൽവേ സീനിയർ സെക്കൻഡറി സ്കൂളാട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ ഓഫീസുകൾ തന്നെ ഉണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട്. ഇവിടെ അറിയപ്പെടുന്ന തന്നെ റെയിൽവേ കോളനി എന്നാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ സീനിയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് റെയിൽവേ സീനിയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വേറൊരു ഓഫീസും കൂടി ഉണ്ട്. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസാട്ടോ. പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസാണ് കാണുന്നത്. ഇതാണ് ധോണിപ്പള്ളി കേട്ടോ. ധോണിയിലെ പള്ളിയാണ്. ഈ പള്ളിയിലോട്ട് നമ്മൾ തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ ധോണി ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് അതിനുശേഷം തിരിച്ച് നമ്മൾ ഈ പള്ളിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. സെൻറ്റ് ജെയിംസ് ദി ഗ്രേറ്റ് ചർച്ച് എന്നാണ് കേട്ടോ പള്ളിയുടെ പേര്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. ഇവിടെ നിന്ന് ധോണിപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ധോണിയിലോട്ട് 3 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. ധോണിയിലോട്ട് ആ സ്ഥലം ഒരു ധോണി തന്നെ അറിയപ്പെടുക ആ പള്ളീനെയും. പക്ഷെ അവിടെ നിന്ന് ധോണിയിലോട്ട് 3 കിലോമീറ്ററാണ് ഉള്ളത്. ആ
അപ്പോൾ അങ്ങനെ ധോണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗ്രൗണ്ടൊക്കെ അവിടെ കുറേ പിള്ളേർ കളിക്കാൻ വേണ്ടി ടീമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പല പല നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മലകളും നെൽപ്പാടങ്ങളും അങ്ങനത്തെയൊക്കെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. കണ്ടോ, നല്ല മലകളാണ് കാണുന്നത്, ചെറിയ ചെറിയ മലകൾ, നല്ല നെൽപ്പാടങ്ങൾ, കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ 2 പിള്ളേർ ബസ് ഇറങ്ങുന്നുണ്ട്. ചുമ്മാ ഒരു രസം വീഡിയോ എടുത്തു. ഞാനത് അപ്പുറത്തെ സീറ്റിലിരിക്കുന്നുണ്ട്, ബ്രദർ ഇപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് ഈ സൈഡുള്ള വീഡിയോസ് എടുക്കുക, ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡുള്ള വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എവിടെയൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് ക്യാമറയൊക്കെ എടുത്ത് മൊബൈൽ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ പോയി 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 വീണ്ടും കുറച്ച് ദൂരം എത്തിയപ്പോൾ നെൽപ്പാടങ്ങൾ വീണ്ടും കണ്ടു കേട്ടോ. കുറേ നെൽപ്പാടങ്ങളുള്ള ഏരിയയാണ്, നല്ല മലകളും കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട് തന്നെ, എന്തൊരു ഭംഗിയാണ്. ഓക്കെ, വലിയ നെൽപ്പാടം, എന്തൊരു ഭംഗിയാണ് കാണാൻ ഈ സ്ഥലത്തൊക്കെ. നമുക്ക് എത്ര വെയിലുണ്ടെങ്കിൽ പോലും ഇവിടേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് കാണാനൊക്കെ തോന്നും, അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ബസ്സിൻ്റെ അകത്തുള്ള കാഴ്ചകൾ, ഞാനപ്പോൾ സൈഡിൽ ഇരുന്ന് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടാ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടാ, ധോണി എത്തി, ധോണി ധ്യാന കേന്ദ്രത്തേക്ക്. അപ്പോൾ ഞാൻ നൈസായിട്ട് ബസ് ഇറങ്ങി, ബ്രദർ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ട്. ഇതാണ് ധോണി ധ്യാന കേന്ദ്രത്തിൻ്റെ ചെറിയൊരു സ്ഥലം. ഇവിടുന്ന് ഇതാണ്ടോ റൈറ്റ് സൈഡ്, ബസ് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡ് മരിയൻ റിന്യൂവൽ സെൻറ്റർ എന്നാട്ട പേര്. ഞാനും ബ്രദറും കൂടി ഇപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാനും ബ്രദറും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നടന്ന് ചെറിയ വെയിലുണ്ട്, പക്ഷേ ഇവിടെ അത്ര ചൂടറിയണില്ല. അങ്ങനെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ കണ്ടോ, ഇതാണ് ധോണി ധ്യാന കേന്ദ്രത്തേക്ക് പോണ വഴി. കുറച്ചേ ഉള്ളൂ, നമ്മുടെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കാണാ വളവ് തന്നെ. അതാ കണ്ടോ, ഇവിടുന്ന് ഒരു ലെഫ്റ്റ് സൈഡ് ഒരു വളവുണ്ട്, കണ്ടോ, മറിയൻ റിന്യൂവൽ സെൻറ്റർ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ധ്യാന കേന്ദ്രത്തേക്കാണ് നമ്മൾ പോകുന്നത്, എൻട്രൻസൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ മുന്നിൽ നടക്കുന്നുണ്ട്, ബ്രദർ എന്നോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു. അങ്ങനെ മുന്നിൽ നടന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടാണ് ധ്യാന കേന്ദ്രം വരുന്നത്. അവിടെ നേരെ ചെന്നിട്ട് നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ ഒരു നിത്യാരാധന സെൻറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഇതാണ് ധോണി ധ്യാന കേന്ദ്രം. ഇത് എന്താ ഒരു ഇതാണ്, കാണുന്ന ഈശോൻ്റെ ഒക്കെ രൂപം കണ്ട അതിൻ്റെ ബാക്കിലാണ് ധ്യാന കേന്ദ്രം വരുന്നത്. വലിയ ധ്യാന കേന്ദ്രമാണ്, കുറേ നിത്യാരാധന ചാപ്പലുകളും അങ്ങനെയൊക്കെയായി ഉള്ളൊരിത്. പിന്നെ ഇത് ധോണിയുടെ പള്ളിയിലോട്ട് നമ്മൾ ഇറങ്ങിയില്ല, അവിടെ നിന്ന് വേറെ എളുപ്പ വഴിയുണ്ട്. അതായത് 1 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റ് ഒരു 20 സെക്കൻഡ് കൊണ്ട് നടന്ന് കയറാം. ധോണി കേന്ദ്രത്തിൻ്റെ സൈഡ് വഴിയാണത്, നമുക്ക് ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല കയറാനായിട്ട്. ഇതുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നാൽ ട്രാവലർ നിൽക്കുന്നുണ്ട്, അത് ധോണി ധ്യാന കേന്ദ്രത്തിൻ്റെ ട്രാവലറാട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കയറി ചെല്ലാം, സൈഡിലോട്ട് കണ്ട ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ വഴിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഞാനിതാ ഗേറ്റൊക്കെ തുറന്ന് അകത്തോട്ട് കയറി. ബ്രദർ നൈസായിട്ട് എന്തോ ഒരു കോമഡി പറഞ്ഞു, അത് കേട്ടിട്ട് ഞാൻ ചിരിച്ചതാട്ടാ. കണ്ടോ, നല്ല മുളകളും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ സൈഡ് വഴി കഴിഞ്ഞു. ധോണിയുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ സൈഡ് വഴിയാട്ടത്. അങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തന്നു. ഇനി ഞാൻ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ അച്ഛന്മാരെയും സിസ്റ്റർമാരെയൊക്കെ കണ്ടു, സംസാരിച്ചു.
അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ കടയൊക്കെ ഇട്ടിരിക്കുന്ന ധോണി നമ്മൾ പറഞ്ഞില്ലേ ആദ്യം കാണിച്ചില്ല ഒരു പള്ളി, ആ പള്ളിയിലെ ഇടഭാഗങ്ങളെ കടയാട്ട അതൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുത്തെ കടയിൽ കയറിയിട്ട് ഇപ്പുറത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഇപ്പുറത്ത് ചെറിയൊരു കടയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ കടയിൽ കയറിയിട്ട് 2 നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനും ബ്രദറും കൂടി നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടി തയ്യാറായി. വേണ്ട, നാരങ്ങ സോഡ റെഡിയായി. അങ്ങനെ ഞാൻ നാരങ്ങ സോഡ എടുത്തു ഗൈസ്. കണ്ട, നല്ല രസമല്ലേ കാണാൻ നാരങ്ങ സോഡ. ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരാശ്വാസം. ഞാനും ബ്രദറും കൂടി ഇതാ നാരങ്ങ സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ പറയണത് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കടയിലെ ചേട്ടനും വേറൊരു ചേട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലെങ്കിൽ നല്ല ശല്യങ്ങളുണ്ട് വന്യമൃഗങ്ങളുടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ധോണിപ്പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഞാനും ബ്രദറും കൂടി ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ്. ഓട്ടോയിൽ കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട പള്ളിയിലോട്ട് ബസ് മിസ്സായിട്ടാണ്. മിനിറ്റിന് കുറച്ച് ബസ്സുകൾ കമ്മിയാണ്. അതായത് 1 മണിക്കാണ് അടുത്ത ബസ്സെങ്കിൽ, അതായത് 1 മണിക്കാണ് ഇപ്പോഴത്തെ ബസ്സെങ്കിൽ അടുത്ത ബസ് വരുന്നത് 2 മണിക്കാണ്. അപ്പോൾ ആ കുറേ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ബസ് മിസ്സായി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കടയിൽ നിന്ന് നാരങ്ങ സോഡ കുടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വേഗം കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് അവരോട് കുറച്ച് ഓട്ടോ തിരിച്ച് വരും വേറെ ആക്കാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആക്കിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഈ ഓട്ടോയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിയൊക്കെ എത്താറായി. അങ്ങനെ ഓട്ടോറിക്ഷ യാത്ര തുടരുന്നു. അങ്ങനെ ഇതാ പള്ളി എത്തി ഗൈസ്. അങ്ങനെ ഇതാ പള്ളിയുടെ ഇവിടെ ചെറിയൊരു കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കാറാണ് പുറത്ത് വെക്കണേ. അങ്ങനെ ഇതാ കാണുന്ന പള്ളി. അങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇനി പള്ളിയിലോട്ട് കയറുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ ഓട്ടോ ചാർജ് കൊടുത്തു. അങ്ങനെ ഓട്ടോക്കാരനോട് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ സെൻറ്റ് ജെയിംസ് ദി ഗ്രേറ്റ് ചർച്ച് ധോണി. അങ്ങനെ ധോണി പള്ളിയിലോട്ട് ഞങ്ങൾ കയറുകയാണ്. അവിടെ ധോണി ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളവിടെ പോയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള സിസ്റ്റർമാരൊക്കെ കണ്ടു കുറേ നേരം സംസാരിച്ച് അതിന് ശേഷം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഉണ്ട് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ജോൺ മരിയ വിയാനിയായിരുന്നു അച്ഛൻ്റെ പേര്. ഇവിടുത്തെ വികാരി അച്ഛൻ ഞങ്ങളുടെ പഴയ ഞാനിപ്പോൾ ഉള്ള ഇടവകയിലെ മുൻ വികാരിയായിരുന്നു. ഫാദർ ജോൺ ജോസഫ് ആളുവരുന്നാണ്. അച്ഛനെയും കൂടി എന്നാൽ കാണാമെന്ന് കരുതി നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛൻ വേറൊരു സ്ഥലത്ത് പോയി. എന്തായാലും ധോണി ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഇവിടെ വന്നതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റി, വിയാനി അച്ഛനെ കാണാൻ പറ്റി. ഇവിടുത്തെ വികാരിയായ ജോൺ അച്ഛനെ കാണാൻ പറ്റില്ല. അച്ഛൻ വേറൊരു സ്ഥലത്ത് യാത്ര പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ വിളിച്ചു നോക്കാണ്ടാണ് വന്നത്. പള്ളി കാണാൻ നല്ല ഭംഗിയില്ലേ, അതായത് പള്ളിയുടെ ഫ്രണ്ടിലെ പച്ചപ്പും മരങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് പള്ളി കാണാനായിട്ട് അല്ലേ. പള്ളി പരിസരങ്ങളൊക്കെ തന്നെ നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ നല്ല മരങ്ങളൊക്കെ വെച്ച് ഇതാട്ടോ നമ്മുടെ വിയാനി അച്ഛൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഇത് സെമിത്തേരി ആട്ടോ, പള്ളിയുടെ ബാക്കിൽ തന്നെ സെമിത്തേരി. അപ്പോൾ പള്ളിയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അച്ഛനെ കണ്ടു, സംസാരിച്ചു, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറിയിട്ടാണ് ഒലവക്കോടിലോട്ടുള്ള ബസ് കയറി. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ അവിടെ ഒലവക്കോട് ചെന്ന് ഇറങ്ങിയിട്ട് ഇതാ കല്ലടിക്കോടിക്കുള്ള ബസ്സിലോട്ട് കയറി ഞാനും ബ്രദറും. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ വേറൊരു പയ്യൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അഞ്ചോ പറഞ്ഞിട്ട് പയ്യനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പിന്നെ കമ്മിയായി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചുങ്കത്തെത്തി ഗൈസ്. കല്ലടിക്കോട് ചുങ്കമെത്തി. അതാ കണ്ട ഇടവക പള്ളി. നല്ല മഴക്കാറുണ്ട്, ചെറുതായിട്ട് മൂടലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാനും ബ്രദറും ചുങ്കത്തെത്തി. ഇനി ബ്രദറിൻ്റെ വീട്ടിലോട്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോവാട്ട. അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടാ ഗൈസ്. ഇപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ കാണാം. ഓക്കെ, ബൈ.